അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെയും റസൂലിന്റെയും പ്രതിഫലം ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. മറ്റുള്ളവർ ചെയ്യുന്നതിനെ കണ്ണടച്ചൊഴിവാക്കുക. എന്നിട്ട് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. സഹോദരിമാരെ, നിങ്ങളൊരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു സഹോദരിയെ കാണുമ്പോൾ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടാകാം. സഹോദരന്മാരെ, നിങ്ങളൊരുപക്ഷെ നിങ്ങൾക്കൊപ്പമിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാളുടെ പാൻസിന്റെ നീളം കൂടുതലാണെന്നോ അല്ലെങ്കിൽ താടി ഷേവ് ചെയ്തിട്ടുണ്ടെന്നോ ട്രിം ചെയ്തിട്ടുണ്ടെന്നോ നിങ്ങൾക്ക് തോന്നിയേക്കാം. മറ്റുള്ളവരെ വിധിക്കാൻ നമ്മളെ അല്ലാഹു അയച്ചതല്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങൾക്ക് ഇസ്ലാമിന് നിരക്കാത്തതാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് അവരോട് മനോഹരമായൊരു നസീഹത്ത് നൽകുക. ആ രഹസ്യം അവിടെ തന്നെ ഒതുക്കിവെക്കുക. എന്നിട്ട് മുന്നോട്ടു പോകുക. ഇതൊരു ചെറിയ കഥയിലൂടെ ഞാൻ പറയാം. ഇമാം അലൂസിയുടെ വളരെ മനോഹരമായൊരു കഥ. ഇത് നമ്മളിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു ദിവസം ഒരു ഇമാമിനെ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിനോട് പറഞ്ഞു, ഇമാമേ, താങ്കളുടെ അയൽക്കാരനോട് പറയുക, അവൻ സ്വർഗത്തിൽ എന്റെ അയൽക്കാരനായിരിക്കും. ഇമാം അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ഞാനാണ് ഇമാം, ഖാരിർ, മുഫ്തി, എന്നാൽ എന്നെക്കുറിച്ചല്ല പറയുന്നത്. പകരം എന്റെ അയൽക്കാരനായ ഒരു സാധാരണക്കാരനെക്കുറിച്ചാണ്. അയാൾ ഒരു കച്ചവടക്കാരനാണ്. സ്വർഗത്തിൽ റസൂലിന്റെ അയൽക്കാരനാകാൻ അയാൾക്കെന്താണ് പ്രത്യേകത? അദ്ദേഹത്തിന് ആദ്യം സംശയമാണ് തോന്നിയത്. പക്ഷെ ആ സ്വപ്നം അദ്ദേഹം ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസവും ഇതേ സ്വപ്നം കണ്ടു. മൂന്നാം ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിനോട് ഇതേ കാര്യം തന്നെ പറഞ്ഞു. ഒടുവിൽ ആ മനുഷ്യന്റെ അടുത്ത് പോയി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമായി എന്റെ അടുത്തേക്ക് വരുന്നു. താങ്കൾ സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ അയൽക്കാരനായിരിക്കുമെന്ന് പറയുന്നു. താങ്കൾ എന്താണ് ചെയ്തത്? താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ പദവി കിട്ടിയത്? ഈ ചോദ്യം കേട്ട് ആ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഒരു കഥ പറഞ്ഞു. ഞാൻ സമൂഹത്തിൽ വളരെ മാന്യനായ ഒരു വ്യക്തിയുടെ മകളെ വിവാഹം കഴിച്ചു. ഞങ്ങളുടെ വിവാഹരാത്രിയിൽ അവൾ കട്ടിലിലിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു അവൾക്ക് നാണമായിട്ടായിരിക്കും. ഞാൻ അവളെ സമാധാനിപ്പിച്ചു. ഭയപ്പെടേണ്ട, നമ്മൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കും. പക്ഷെ അവൾ പറഞ്ഞു, അതല്ല ഞാൻ കരയുന്നത്, ഞാൻ വ്യഭിചാരത്തിൽ ഗർഭിണിയാണ്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. അയാൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി. ഞാൻ ഈ കാര്യം പുറത്തു പറഞ്ഞാൽ അവളുടെയും അവളുടെ മാന്യനായ പിതാവിന്റെയും മാനം നഷ്ടപ്പെടും. അതുകൊണ്ട് അയാൾ ആ രഹസ്യം മനസ്സിൽ ഒതുക്കിവെച്ചു. അയാൾ തന്റെ തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ചു. അല്ലാഹുവേ, എന്റെ തെറ്റുകൾ പൊറുക്കേണമേ, ഞാൻ അവൾക്ക് മാപ്പ് നൽകുന്നു. അയാൾ അവളെ മറ്റൊരു മുറിയിൽ താമസിപ്പിച്ചു. പ്രസവത്തിന്റെ സമയം അടുത്തപ്പോൾ അവൾ ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ അയാൾ തന്റെ കൈകളിലെടുത്തു. എന്നിട്ട് സുബഹി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയി. അയാൾ പള്ളിയിൽ വൈകിയെത്തി. എന്നിട്ട് ആ കുട്ടിയെ പള്ളിയുടെ ഒരു മൂലയിൽ വെച്ചു. ആളുകൾ പുറത്തു പോകുമ്പോൾ ഈ കുട്ടിയെ കാണണം, ആ ഒരു ലക്ഷ്യത്തോടെയാണ് അയാൾ അത് ചെയ്തത്. നമസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ ആ കുട്ടിയെ കണ്ടു. അവർ ആശ്ചര്യപ്പെട്ടു. ആരാണ് ഈ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചത്? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അയാൾ മുന്നോട്ട് വന്നു പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് ഒരു അനാഥ കുട്ടിയെ ദത്തെടുത്ത് വളർത്തണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഈ കുട്ടിയെ എനിക്ക് നൽകൂ, ഞങ്ങൾ ഇവനെ വളർത്തിക്കൊള്ളാം. അങ്ങനെ അയാൾ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയുടെ കയ്യിൽ നൽകി. അയാൾ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഈ കഥ ഞാൻ ആരോടും പറയില്ല. ഈ കഥ ഞാൻ താങ്കളോട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതെ, ആ മനുഷ്യൻ ചെയ്തത് മറ്റൊരാളുടെ തെറ്റിനെ മറച്ചുവെക്കുകയായിരുന്നു. നമ്മുടെ തെറ്റുകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ അല്ലാഹു നമുക്കിങ്ങനൊരു പദവി നൽകിയേക്കാം. നിങ്ങൾ ആരുടെ തെറ്റാണോ മൂടിവെക്കുന്നത്, അല്ലാഹു അതിനേക്കാൾ വലുതായി നിങ്ങളുടെ തെറ്റുകൾ മൂടിവെച്ചേക്കാം. ഈ കഥ നിങ്ങളെ സ്വന്തം തെറ്റുകളെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലരും രഹസ്യമായി ഇങ്ങനെയുള്ള തെറ്റുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് പോൺ മാസ്റ്റർബേഷൻ പോലുള്ള ദുശീലങ്ങളാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതം തകർക്കുമെന്നും അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുമെന്നും നിങ്ങൾക്കറിയാം. പക്ഷെ അതിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലായിരിക്കാം. ഞങ്ങൾക്കതിനൊരു വഴിയുണ്ട്. 6 വർഷത്തെ അനുഭവസമ്പത്തിലൂടെ 3000-ൽ പരം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രോഗ്രാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാൾ അറിയാതെ ഈ ദുശ്ശീലത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവരാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ഒരാളുടെ രഹസ്യം സൂക്ഷിച്ചപ്പോൾ അല്ലാഹു നൽകിയ മഹത്തായ പ്രതിഫലം നമ്മൾ കണ്ടു. നിങ്ങളുടെ രഹസ്യം നിങ്ങളോടൊപ്പം സൂക്ഷിച്ച് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ ഇതാ ഒരു അവസരം. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിൽ ചേരൂ. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കാൻ ഇതാണ് ഏറ്റവും നല്ല സമയം. വേഗം ചെയ്യൂ. അപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.